ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്ന് നമുക്ക് എങ്ങനെയാണ് റൈസ് നൂഡിൽസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. അതിന് 3 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ശകലം ഉപ്പും ചേർത്ത് ചൂടുവെള്ളവും ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കണം. പിന്നെ 1 കപ്പ് ടൊമാറ്റോ വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. 1 സവാള, 2 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 നാരങ്ങ. 1 നാരങ്ങ വേണ്ട, പകുതി മതി കേട്ടോ. പകുതി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. 1 പച്ചമുളക്, ശകലം കുരുമുളക് പൊടിച്ചത്, 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ, 2-3 സ്പൂൺ നിങ്ങളുടെ ആവശ്യം പോലെ ഗ്രീൻ പീസ് വേവിച്ചതാണ്. പച്ചയാണ് കിട്ടുന്നതിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് ഉണങ്ങിയതാണ്. ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ വേവിച്ചെടുത്തതാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കും പോലെ കുഴച്ചാൽ മതി. ശകലം ഉപ്പിട്ട് എണ്ണയും ഒഴിച്ച് കുഴയ്ക്കുക. മാവ് കുഴച്ച് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുമല്ലോ അതുപോലെയാണ് കേട്ടോ. ശകലം ഉപ്പിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ കൂടെ 1 സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ച് മാവ് ഇച്ചിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. സാധാരണ ഞാൻ ഇടിയപ്പത്തിന് അങ്ങനെ എണ്ണ ഒന്നും ഒഴിക്കാറില്ല. വെറും ചൂടുവെള്ളവും ഉപ്പ് മാത്രം ചേർത്തേ മാവ് കുഴയ്ക്കുള്ളൂ. ഇതിന് 1 സ്പൂൺ എണ്ണ കൂടെ ഞാൻ ചേർത്ത് മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടിയപ്പ കുഴലില്ലേ, അതിൽ ഈ വലിയ കണ്ണുള്ള ഇതാണ് എടുക്കേണ്ടത്. ഇത് വെച്ചാണ് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടത്. ഇതാ നമ്മുടെ റൈസ് നൂഡിൽസ് വേകുന്നുണ്ട്. നന്നായിട്ട് വെന്തോട്ടെ. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. പാത്രത്തിൽ നമുക്ക് മസാല ഇനി ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി എടുത്ത് ഇടണം. ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ആ ടൊമാറ്റോ സോസ് നമ്മൾ വെച്ചിരിക്കുന്നില്ലേ, അടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അതുകൂടെ ചേർക്കണം. ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അതുകൂടെ ഇടാം. അതുകൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വെന്ത് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് നമുക്ക് അടിച്ചൊന്ന് ഒഴിക്കാം. ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് മുകളിൽ ഇടുകയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. മുട്ട ഒരു മുട്ട അടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. ഇതുകൂടെ ഇട്ട് നന്നായിട്ട് ഈ പച്ച മണം പോകുന്നത് വരെ നമ്മൾ ഇളക്കണം. 1 നുള്ള് കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ശകലം ഉപ്പ് ചേർക്കണം. പിന്നീട് നമുക്ക് ചേർക്കാം. ആ മാവിൽ അരിപ്പൊടിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിൽ വേണം, നമുക്ക് ഓർമ്മ വേണം. ഇത് ഈ പച്ച മണം പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇതാ നമ്മുടെ അരി നൂഡിൽസ് റെഡിയായിട്ട് വെന്തിട്ടുണ്ട്. അത് ഈ കൂട്ടിലേക്ക്, മസാല കൂട്ടിലേക്ക് നമ്മൾ ചേർക്കണം. ഇത് കണ്ടോ, നമ്മുടെ റൈസ് നൂഡിൽസ് റെഡി കണ്ടോ. ഇനി നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് ഇടാം. ഗ്രീൻ പീസ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ശകലം ചാറ്റ് മസാല, അല്ലെങ്കിൽ നമ്മൾ മാഗിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ, ആ മസാല ശകലം ചേർത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ചേർക്കരുത്, ശകലം ചേർത്താൽ മതി. പിന്നെ ഈ കുരുമുളക് പൊടി ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ റൈസ് നൂഡിൽസ് റെഡി കണ്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ പൈസ കൊടുത്ത് മാഗി ഒന്നും വാങ്ങണ്ട കേട്ടോ. വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇത് നമ്മുടെ റേഷനരിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. റേഷനരിയിൽ ഉണ്ടാക്കിയ നൂഡിൽസാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ കഴിച്ച് നോക്കി, വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്.
നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.